ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കണമെങ്കിൽ വണ്ടിയുടെ നമ്പർ അറിയണമല്ലോ. പക്ഷേ ആ ടെൻഷനിടയിൽ ഞാൻ വണ്ടി നമ്പർ നോക്കാൻ മറന്നു. സാരമില്ല, ആ നമ്പർ കിട്ടാൻ നമുക്ക് വേറെ വഴിയുണ്ടാക്കാം. ആരോടെങ്കിലും കുറച്ച് പണം കടം വാങ്ങാമെന്ന് വെച്ചാ ആരാ ഇപ്പൊ എനിക്കത് തരുന്നത്? അഥവാ തന്നാലും അതെങ്ങനെയാ മടക്കി കൊടുക്കുന്നത്? തിരിച്ചു കൊടുക്കാൻ വഴിയില്ലാത്തവൻ കടം വാങ്ങിയ അതവസാനം വലിയ അപമാനത്തിലേക്ക് കലാശിക്കും. കോടീശ്വരന്മാരായ മരുമക്കളില്ലേ മാധവന്. അതുകൊണ്ട് പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഭാഗ്യവാനാണ് മാധവൻ എന്നാ എല്ലാവരുടെയും ധാരണ. അവരെ കുറ്റം പറഞ്ഞിട്ടെന്താ കാര്യം? മാധവേട്ടൻ എന്താ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നേ? ഒന്നുമില്ല. ദേ, ഇത് മാധവേട്ടനുള്ള ഭക്ഷണപ്പൊതിയാ. ഇതെന്തിനാ വേറെ ഭക്ഷണപ്പൊതികള്? മാധവേട്ടനൊപ്പം ജോലി ചെയ്യുന്ന കൂട്ടുകാർക്ക് കൊടുക്കാനുള്ളതാ. അവർ ഈ പൊതിച്ചോറ് കഴിച്ചു കഴിയുമ്പോ മാധവേട്ടൻ അവരോട് ഭക്ഷണത്തെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കണം. എന്നിട്ട് അവര് പറയുന്ന അഭിപ്രായം കൃത്യമായിട്ട് എന്നെ വന്ന് അറിയിക്കുകയും വേണം. അത് കൊള്ളാവല്ലോ. ഒരു പൊതിക്ക് പോലും നിവൃത്തിയില്ലാത്ത സമയത്താണോ കൂട്ടുകാർക്ക് ഭക്ഷണപ്പൊതി കൊടുത്ത് അഭിപ്രായം അറിയുന്നത്? അന്നദാനം മഹാദാനം എന്നല്ലേ പറയുന്നത്. നമുക്ക് ഉറപ്പായിട്ട് അതിന്റെ പുണ്യം കിട്ടും. കൂട്ടത്തിലേ എനിക്ക് നല്ല പാചകക്കാരി എന്നുള്ള ബഹുമതി പട്ടവും കിട്ടും. എന്നാ ശരി, ഞാൻ പോയിട്ട് വരാം. അഭിപ്രായം ചോദിച്ചിട്ട് വേണം വരാൻ. എന്നെ വന്ന് അറിയിക്കാനും മറക്കരുത്. ഓ ശരി. ശരി. വരട്ടെ. ശരി. ജോലിയും കൂലിയില്ലാത്ത ആൾക്ക് ചോറ് പൊതികെട്ടി കൊടുത്തയക്കുന്നു. അതും പോരാഞ്ഞ് കൂട്ടുകാർക്ക് ഭക്ഷണപ്പൊതി. ഇവിടെ എന്തൊക്കെയായി നടക്കുന്നേ? ഏതായാലും ഇത് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. അതിങ്ങതാ ഞാനിട്ടേരാം. താ
പിന്നെ എങ്ങോട്ടാ? വർക്ക്ഷോപ്പിൽ പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതെന്ത് ചോദ്യം വന്നേ? ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് അത്യാവശ്യമായിട്ട് 2 വണ്ടി പണി ചെയ്തിറക്കേണ്ടതാ. ഈ വയ്യാത്ത കൈവച്ച് ഇന്ന് പോകേണ്ട കാര്യമുണ്ടോ? ദേമോളെ സ്കൂളിൽ വിട്ടിട്ട് നമുക്ക് ഈ കൈ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണം. ഏയ്, അതിന്റെ കാര്യമൊന്നുമില്ല വന്ദനെ, ഇതങ്ങ് മാറിക്കോളും. വർക്ക്ഷോപ്പ് ജോലി ആകുമ്പോ ഇതൊക്കെ സർവ്വസാധാരണല്ലേ. അതെ, വർക്ക്ഷോപ്പ് ജോലിയുടെ കാര്യമൊന്നും ജഗൻ എന്നെ പഠിപ്പിക്കണ്ട. ഞാനൊരു കാർ മെക്കാനിക്കിന്റെ മോളാ. ഓ, അത് ഞാനങ്ങ് മറന്നു. ആ, അല്ല, എവിടെ ആള്? ഇനിയും റെഡി ആയില്ലേ? അകത്ത് ഒരുങ്ങുന്നുണ്ട്. അല്ല ജഗ, ദേമോളെ ഇടിക്കാൻ വന്ന ലോറിയുടെ നമ്പർ വല്ലതും ഓർമ്മയുണ്ടോ? എന്നെ ഏൽപ്പിച്ച കാര്യം ഞങ്ങൾ ചെയ്തു എന്ന് മാത്രം. എന്തിനാണ് ഏതിനാണെന്നൊക്കെ അറിയണമെങ്കിൽ ആ കരുണാരക്കുറുപ്പിനോടോ ആനന്ദവല്യമ്മയോടോ ചോദിച്ചാൽ മതി. അല്ല, വന്ദന എന്തിനാ വണ്ടിയുടെ നമ്പറൊക്കെ അന്വേഷിക്കുന്നത്? അല്ല, അറിഞ്ഞിരിക്കാലോ. ഓ, എനിക്ക് മനസ്സിലായി. ഈ ലോറി തന്നെയാണോ വന്ദനെ കല്യാണം കഴിക്കാനിരുന്ന രാജുമേനന്റെ മരണത്തിനിടയാക്കിയത് എന്നല്ലേ? അതല്ല, പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കണമെങ്കിൽ വണ്ടിയുടെ നമ്പർ അറിയണമല്ലോ. ആ, പക്ഷേ ആ ടെൻഷനിടയിൽ ഞാൻ വണ്ടി നമ്പർ നോക്കാൻ മറന്നു. സാരമില്ല, ആ നമ്പർ കിട്ടാൻ നമുക്ക് വേറെ വഴിയുണ്ടാക്കാം. അവിടെ എവിടെയെങ്കിലും CCTV ഉണ്ടോ എന്ന് അന്വേഷിക്കട്ടെ. വന്ദനമ്മേ, വന്ദനമ്മേ, ഞാൻ റെഡി. എവിടെ എന്റെ ലഞ്ച് ബോക്സ്? ദേ ഈ ഇരിക്കുന്നതാണ് ലഞ്ച് ബോക്സ്. ജഗനങ്ങളെ പോവാം. ഓക്കെ, അങ്കിൾ എപ്പോഴേ റെഡി. ബാക്കിയൊക്കെ വന്നിട്ട് പറയും. ടാറ്റ വന്ദനമ്മേ. ഉമ്മ. ജഗനങ്ങളിന് കൊടുക്കുന്നില്ലേ? ഒന്ന് പൊടി കുശുമ്പി പാറു. കുറുമ്പി. വാ. ചോറ്. ആ